വിജയം. നമ്മളെല്ലാവരും ഇതിനു പിന്നാലെയാണല്ലേ? പക്ഷെ ശരിക്കും എന്താണ് ഈ വിജയം? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓരോരുത്തർക്കും അത് ഓരോന്നാണ്, അല്ലേ? ഒരു കൊച്ചുകുട്ടിക്ക് ചിലപ്പോൾ ഹോംവർക്കിൽ കിട്ടുന്ന ഒരു സ്റ്റാർ ആയിരിക്കും ഏറ്റവും വലിയ വിജയം. ഒരു വലിയ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് അത് CEO എന്ന പദവിയായിരിക്കാം. അപ്പോൾ യഥാർത്ഥ വിജയം എന്താണ്? പ്രശസ്തനായ എഴുത്തുകാരൻ ഡാനിയൽ ലെല്ലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയം എന്ന് പറയുന്നത് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. പിന്നെന്താണ്? നമുക്ക് അതിലേക്ക് കടക്കാം. ഡാനിയൽ ലെല്ലിയുടെ അഭിപ്രായത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, അത് സമ്പൂർണ്ണമായ വ്യക്തിസ്വാതന്ത്ര്യമാണ്. അതായത് മറ്റൊരാൾ പറയുന്നതിനനുസരിച്ച് ജീവിക്കാതെ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അതെത്ര വലിയൊരു ഫ്രീഡമായിരിക്കും, അല്ലേ? അതുതന്നെയാണ് ഡാനിയൽ ലെല്ലി പറയുന്ന വിജയം. ഇവിടെയുള്ള ചോദ്യം, ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്, ശരിയല്ലേ? നമ്മുടെ അച്ഛനമ്മമാർ, സമൂഹം, നമ്മുടെ കൂട്ടുകാർ, ഇവരൊക്കെ നമ്മൾ ഇന്ന രീതിയിലാകണം, ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ അവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? അവസാനം നമ്മളല്ലാതെ മറ്റാരുമായി മാറും. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതൊക്കെ എവിടെ പോവും? അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന ഭാരം തലയിൽ നിന്ന് ഇറക്കിവെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുക. ഓരോ ദിവസവും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പേടികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. എന്നിട്ട് അതിനെയൊക്കെ മറികടക്കാനുള്ള ധൈര്യം കാണിക്കുക. എല്ലാത്തിനുമുപരി നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. ആ വിശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫ്യൂവൽ. ഈ പറയുന്നതൊന്നും വെറുതെ വാക്കുകളല്ല കേട്ടോ. ഇത് പറഞ്ഞ ഡാനിയൽ ലെല്ലിയുടെ ജീവിതം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ തെളിവ്. ഒന്ന് ഓർത്തു നോക്കൂ, 21ാമത്തെ വയസ്സിൽ അമ്മയുടെ വീടിന്റെ ബേസ്മെന്റിൽ ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ 40-ലധികം ജോലികളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ വെറും 3 വർഷം കൊണ്ട് 24ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വപ്രയത്നത്താൽ ഒരു കോടീശ്വരനായി മാറി. എങ്ങനെയാണ് ഈ അവിശ്വസനീയമായ മാറ്റം സംഭവിച്ചതല്ലേ? അതിന് കാരണമായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ 3 പ്രധാനപ്പെട്ട തത്വങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തത്വം കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ്. വളരെ സിമ്പിളായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ലോകത്തിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകും. പ്രധാനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്ന ആ ശരിയായ പുസ്തകങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നതാണ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഒരു ശരാശരി വ്യക്തി വർഷത്തിലാകെ വായിക്കുന്നത് ഒരു പുസ്തകമാണ്, 1. എന്നാൽ നിങ്ങൾ ദിവസവും വെറും 10 മിനിറ്റ് അത്രേ മതി വായനക്കായി മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 12 പുസ്തകങ്ങൾ വായിച്ചു തീർക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര സമയമാണ് ഒരു ദിവസം കളയുന്നത്? അതിൽ നിന്നൊരു ചെറിയൊരു ഭാഗം മാത്രം എടുത്താൽ മതി നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ കണക്കുകൾ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നേതാക്കൾ വായനക്കാരാണ് എന്ന്. ഈ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സിമ്പിളാണ്. നിങ്ങൾ എന്ത് പഠിക്കുന്നുവോ നിങ്ങൾ അതായി മാറും. നിങ്ങളുടെ അറിവ് കൂടുന്തോറും നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്ന അവസരങ്ങളും കൂടും. ശരി, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തത്വത്തിലേക്ക് പോവാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്ന്. നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ വരുമാനം പോലും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്ന 5 പേരുടെ ഒരു ആവറേജ് ആയിരിക്കും. നമ്മളിൽ മിക്കവർക്കും ഡിഫോൾട്ട് ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന കുറേ കൂട്ടുകാരുണ്ടാകും. അതായത് നമ്മൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാതെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവർ, ജോലിസ്ഥലത്തോ വീടിന്റെ അടുത്തോ ഒക്കെയായിട്ട്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് വെക്കുക. അപ്പോൾ ചില കൂട്ടുകാർ വന്ന് പറയും, അതൊന്നും ശരിയാവില്ല, വെറുതെ റിസ്ക് എടുക്കല്ലേ എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവരുടെ ചിന്തകൾക്കൊരു പരിധിയുണ്ട്, അത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 കൂട്ടുകാരുടെ പേര് ഒന്ന് മനസ്സിലോർത്തു നോക്കിയേ. അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാണോ, അതോ നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണോ? നിങ്ങളുടെ ഉത്തരം അല്ല എന്നാണെങ്കിൽ അവിടെ ഒരു മാറ്റം അത്യാവശ്യമാണ്. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പുതിയ ആളുകളെ കണ്ടെത്താനുള്ള സമയമായി എന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് ഓർക്കുക, മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തു വേണമെങ്കിലും പറയാം. പക്ഷേ ആ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്നത് മറ്റുള്ളവരുടെ കളിയാക്കലുകളും നെഗറ്റീവ് കമന്റുകളും കേട്ടിട്ടാണ്. അതൊക്കെ കേട്ട് തളരാതെ അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു കരുത്ത് നമ്മൾ നേടിയെടുക്കണം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഈ പുതിയ ആളുകളെ എവിടെ പോയി കണ്ടെത്തും? അതിനൊരു വഴിയുണ്ട്. നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളില്ലേ,
അതിന്റെ എഴുത്തുകാരെ സോഷ്യൽ മീഡിയ വഴിയോ അവരുടെ വെബ്സൈറ്റ് വഴിയോ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓർക്കുക, നിങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലുള്ള ആളുകൾ നിങ്ങളെയും അന്വേഷിക്കുന്നുണ്ടാവും. നമ്മൾ അങ്ങോട്ടൊരു സ്റ്റെപ്പ് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അവസാനത്തെ, അതായത് മൂന്നാമത്തെ തത്വത്തിലേക്ക് കടക്കാം. ഉയർന്ന ലക്ഷ്യങ്ങൾ വെക്കുക. ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതമെന്ന് പറയുന്നത് എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു കപ്പൽ പോലെയാണില്ലേ? ലക്ഷ്യങ്ങളാണ് നമ്മളെ വളരാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തുവരാനും നമ്മളെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നത് ഈ ലക്ഷ്യങ്ങളാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മളിൽ പലരും ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് പോലെയാണ്. ജനുവരി 1-ാം തീയതി ഭയങ്കര ആവേശത്തിൽ തുടങ്ങും. പക്ഷേ കൃത്യമായൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതങ്ങ് വിടും. എന്നാൽ ലക്ഷ്യങ്ങൾ നേടാൻ കുറച്ചുകൂടി എഫക്റ്റീവായ ഒരു ശാസ്ത്രീയമായ വഴിയുണ്ട്. അതാണ് 20 ഐഡിയ മെത്തേഡ്. ഈ രീതിയിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നടന്നാലും മാത്രം പോരാ. അതൊരു പേപ്പറിൽ പേനെടുത്ത് എഴുതി വെക്കണം. കാരണം മൂർച്ചയുള്ള മനസ്സിനേക്കാൾ നല്ലത് മൂർച്ചയില്ലാത്തൊരു പെൻസിലാണെന്ന് പറയാറുണ്ട്. നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിയുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ നമ്മുടെ മനസ്സ് തന്നെ ഓട്ടോമാറ്റിക്കായി കണ്ടെത്താൻ തുടങ്ങുകയും ചെയ്യും. ഈ 20 ഐഡിയ മെത്തേഡ് വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന് വയ്ക്കാം. സ്റ്റെപ്പ് 2, ഈ ലക്ഷ്യം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് 20 ഐഡിയകൾ എഴുതുക. നിങ്ങളുടെ സ്കിൽസ് കൂട്ടുന്നത് മുതൽ പുതിയ വരുമാന വഴികൾ കണ്ടെത്തുന്നതുവരെ എന്തുമാകാം ആ ഐഡിയകൾ. സ്റ്റെപ്പ് 3, ഈ 20 ഐഡിയകളിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കി അതിൽ ഉടൻ തന്നെ പ്രവർത്തനം തുടങ്ങുക. നിങ്ങളുടെ ജോലി, ആരോഗ്യം, റിലേഷൻഷിപ്സ്, ഏത് കാര്യത്തിലും ഈ ഒരു രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ 3 തത്വങ്ങളും, അതായത് പുസ്തകങ്ങൾ, വ്യക്തികൾ, ലക്ഷ്യങ്ങൾ, ഇവയെല്ലാം കൂടി ഓർത്തുവെക്കാൻ എളുപ്പമുള്ള ഒരൊറ്റ ഐഡിയ ഉണ്ട്. അതാണ് BIG എന്ന ആശയം. ഇതിലെ B അത് പുസ്തകങ്ങളെയാണ്, അതായത് ബുക്സ്. I എന്നത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളെയാണ്, ഇൻഡിവിജ്വൽസ്. അവസാനമായി G അത് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളാണ്, ഗോൾസ്. അപ്പോൾ BIG ബുക്സ്, ഇൻഡിവിജ്വൽസ്, ഗോൾസ്. പുസ്തകങ്ങൾ, വ്യക്തികൾ, ലക്ഷ്യങ്ങൾ. ഓർക്കാൻ എളുപ്പമല്ലേ? ഈ 3 കാര്യങ്ങളിലും നിങ്ങൾ വലുതായി ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പ്രവൃത്തികളും വലുതാകും, നിങ്ങളുടെ വിജയവും വലുതാകും. കാരണം അവസാനമെല്ലാം തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്താലോ? ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു BIG കാര്യം എന്തായിരിക്കും? ഒരു പുസ്തകത്തിലെ ഒരു 10 മിനിറ്റ് വായനയാകുമോ? അതോ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആ 20 ഐഡിയകൾ എഴുതി തുടങ്ങുമോ? തീരുമാനം നിങ്ങളുടേതാണ്. കാരണം ഓർക്കുക, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് വയ്ക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.